ചീരാൽ നമ്പ്യാർകുന്ന് മേഖലയിൽ പുലിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. താളൂർ കയ്യൂന്നിയിൽ നിന്ന് യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്തുകയാണ് എന്നുള്ളതാണ്. സുർജിത്ത്, ഈ പുലി അവശനാണ് എന്ന് പറയുന്നല്ലോ, വിശദാംശം. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്പ്യാർകുന്ന്, ചീരാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ പുലിയുടെ ശല്യം രൂക്ഷമാണ്. ആ പ്രദേശത്തു നിന്നും കയ്യൂന്നി എന്ന് പറയുന്ന താളൂരിനടുത്തുള്ള പ്രദേശത്താണ് ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ അത് നടന്നു പോകുന്ന ഒരു ദൃശ്യം യാത്രക്കാരാണ് ഇന്നലെ ഉച്ചയോടുകൂടി പകർത്തിയിട്ടുള്ളത്. ഈ അവശ നിലയിലാണ് ഈ പുലി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ചീരാൽ, അതോടൊപ്പം നമ്പ്യാർകുന്ന് അടക്കമുള്ള ഈ നീലഗിരിയോടും വയനാടിനോടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ, അത് അതിർത്തി പ്രദേശമാണിത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ പുലിയുടെ സാന്നിധ്യമുണ്ട്. ഇന്നലെ ഒരു കാർ പോർച്ചിലാണ് ഈ പുലിയെ കണ്ടത്. അത് നമ്പ്യാർകുന്ന് അതിർത്തിയോട് ചേർന്നുള്ള പുല്ലുപുര ഷാജിയുടെ വീട്ടിലാണ് ഇങ്ങനെ കാർ പോർച്ചിൽ പുലി കിടക്കുന്നത് കണ്ടത്. പിന്നീട് ഇത് തോട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. തമിഴ്നാട് വനപാലകരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയാണ്. രണ്ട് പ്രദേശങ്ങളിലും ഈ പുലി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആലഞ്ചേരി ഉമ്മറിൻ്റെ പൂളക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ആലഞ്ചേരി ഉമ്മറിൻ്റെ വീട്ടിലും പുലി എത്തുകയും ഈ പുലി ഒരു പശുക്കിടാവിനെ ആക്രമിക്കുകയും ചെയ്ത അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ് ഒരു പട്ടിയെ കടിച്ചത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഈ പുലി വലിയ അലോസരം ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. നെന്മേനി പഞ്ചായത്ത് തൊട്ടപ്പുറത്ത് നീലഗിരി ജില്ലയുടെ ഭാഗമായ പ്രദേശം, അങ്ങനെയുള്ള പ്രദേശത്താണ് ഇങ്ങനെ ഒരു പുലിശല്യം രൂക്ഷമായ അവസ്ഥയുള്ളത്. അനുജ.